നമസ്കാരം. മിഥുനം രാശിയിൽപ്പെട്ട മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാർക്ക് പുണർദം നക്ഷത്രക്കാർക്കൊക്കെ എന്നും ഓരോരോ വിഷയങ്ങളായിട്ട് കുടുംബത്തിലും സാമ്പത്തികത്തിലും ഒക്കെ പ്രശ്നങ്ങളാണ്. ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ഉയർച്ചയിലേക്ക് എത്തുമ്പോഴത്തേക്കും നക്ഷത്രക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പ്രത്യേകിച്ച് മിഥുനം രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഇവർക്ക് ഈ ചൊവ്വാദശയൊക്കെയാണ് ഇപ്പൊ നടക്കുന്നത് എന്ന് വിചാരിക്കുക. നിങ്ങളുടെ ദശാകാലം ഇപ്പൊ ചൊവ്വയോ കുജനാണ്, വ്യാഴദശയാണ്, ചന്ദ്രദശയൊക്കെ ആണെങ്കിൽ ഈ ദശാകാലം നിങ്ങൾക്ക് പൊതുവെ ക്ലേശകരം ഉണ്ടാക്കും. മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ ക്ലേശങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ്. അപകടകരമായിട്ടുള്ള സാഹസിക പ്രവർത്തികളൊന്നും ഈ സമയത്ത് കുട്ടികളാണെങ്കിലും ഒരുവിധം കൗമാരപ്രായം കഴിഞ്ഞ കുട്ടികളോടൊക്കെ പറഞ്ഞു കൊടുക്കുക. മക്കളോടൊക്കെ ഈ ദശാകാലമാണോ മക്കളുടെ എന്ന് നോക്കുക. പ്രത്യേകിച്ച് ആൺകുട്ടികൾ ബൈക്ക് അതുപോലെ തന്നെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നോക്കുക. അന്വേഷിച്ചിട്ട് കുട്ടികൾ പുറത്ത് പോകുന്ന കുട്ടികളാണ്, അപ്പോൾ അവരോട് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവരുടെ ദശാകാലം ഈ ദശാകാലമൊക്കെ ആണോ നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാഹസകരമായിട്ടുള്ള അപകടങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് അവരോട് പറയുക. അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാനായിട്ട് അവരോട് പറയുക. അതിൽ അപകടവും ആപത്തും ഒക്കെ പതിയിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ വാഹനമൊക്കെ സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന ബൈക്കൊക്കെ ഉപയോഗിക്കുന്ന കുട്ടികളാണെങ്കിൽ ഈ ചൊവ്വാദശയോ വ്യാഴദശയോ ചന്ദ്രദശയൊക്കെ ആണെങ്കിൽ അവരുടെ സമയങ്ങളും അതിലെ ഓരോ അപഹാരങ്ങളും അവർക്ക് ക്ലേശകരവും ആപത്തുകൾ ഉണ്ടാക്കുന്നതൊക്കെ ആവാം. അപ്പം അതിനു മുന്നേ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നോക്കിയിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ട എന്നല്ല, അതിന് ഏതെങ്കിലും പരിഹാരങ്ങളോ പ്രാർത്ഥനകളോ ഒക്കെ കഴിച്ചിട്ട് നമ്മൾ അവർക്കൊരു ശരീര കവചമൊക്കെ കൊടുത്തതിന് ശേഷം അവരോട് ഈ സാഹസിക പ്രവർത്തികളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനായിട്ട് പറയാം. ആ മരണം അല്ലെങ്കിൽ ആപത്ത് സ്വയം വിളിച്ചു വരുത്താതിരിക്കാനായിട്ട് പറയാം. ഇതൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ്. ഈ നക്ഷത്രക്കാർ പതിവായിട്ട് നിത്യവും നിങ്ങൾ ശ്രീകൃഷ്ണനെ ഭജിക്കുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരു ഉയർച്ചയില്ല എന്ന് തോന്നുന്നുണ്ട് ഈ രാശിക്കാർക്കെങ്കിലും നിത്യവും നിങ്ങൾ ശ്രീകൃഷ്ണനെ ഭജിക്കുക. മാത്രമല്ല ഓരോ വ്യക്തികൾക്കും അവരുടെ 5ാം ഭാവത്തിൽ അവരുടെ ദേവത ഉണ്ടാവാം. എങ്കിലും ആ ദേവതയെ കൂടാതെ നിത്യവും നിങ്ങൾ ശ്രീകൃഷ്ണനെ ഭജിക്കുന്നത് നല്ലതായിരിക്കും. തൊട്ടടുത്ത ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്, എല്ലാ ദിവസവും കൃഷ്ണൻ്റെ അടുത്ത് പോയിട്ട് തൊഴുതു വരിക. അതുപോലെ പറ്റുന്ന വഴിപാടുകൾ ചെയ്യുക. അഷ്ടോത്തരം ജപിക്കുക. ഒന്നുമില്ലെങ്കിൽ ഓം നമോ നാരായണായ എന്ന 1008 ജപിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ജപിക്കാം. സാധാരണ ഷോഡശ മന്ത്രങ്ങളൊക്കെയാണത്. അങ്ങനെയുള്ളതൊക്കെ നിത്യവും ജപിക്കുക. ശ്രീരാമനെ നിത്യവും ഭജിക്കുക. നാലമ്പലം തൊഴാൻ വേണ്ടി മാത്രം പോവാതെ ഏതെങ്കിലും സമയത്തൊക്കെ നിങ്ങൾക്ക് ശ്രീരാമന്റെ ക്ഷേത്രത്തിൽ തൃപ്രയാറ് പോകണമെങ്കിൽ പോയിട്ട് തൊഴുതു വരിക. അതുപോലെ ബുധ അഷ്ടോത്തരം ജപിക്കാം. നിത്യവും നിങ്ങൾക്ക് ബുധാഷ്ടോത്തരം ജപിച്ച് കാണാതെ അറിയാമെങ്കിൽ എല്ലാ ദിവസവും രാവിലെ യാത്രയിൽ പോലും നിങ്ങൾക്ക് ബുധാഷ്ടോത്തരം ജപിച്ചുകൊണ്ട് വാഹനം ഓടിക്കാം. ബസ്സിലോ വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുന്ന ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ട്രെയിനിൽ ഇരുന്നുകൊണ്ട് ബുധാഷ്ടോത്തരം കണ്ണടച്ചിരുന്ന് നമുക്ക് ജപിക്കാം. ഇങ്ങനെ നിരന്തരമായിട്ട് നമ്മളുടെ ഈ എന്താ പറയുക വായിൽ നിന്ന് വരുന്നത് മുഴുവനും ജപങ്ങളും നാമങ്ങളും ഒക്കെ ആണെങ്കിൽ നമ്മൾക്ക് ഒരുപാട് നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് മോചനം ഉണ്ടാവും. അതുപോലെ തന്നെ സാമ്പത്തിക ഉയർച്ച ഉണ്ടാവാനായിട്ട് ദുർഗാദേവിയെ വെളുത്ത പൂക്കൾ കൊണ്ട് പൂജ ചെയ്യാം, പുഷ്പാഞ്ജലി ചെയ്യാം. ഭാഗ്യോക്സം ദുർഗാദേവിയാണ് ഭജിക്കേണ്ടത്. അമാവാസി ദിനം നോക്കിയിട്ട് അന്ന് നിങ്ങൾക്ക് ഭദ്രകാളി പൂജ ക്ഷേത്രത്തിൽ എവിടെയെങ്കിലും കൊടുത്തിട്ട് നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് ഭദ്രകാളി പൂജ അല്ലെങ്കിൽ ഭദ്രകാളി ഹോമം നടത്തുന്നതും ഒക്കെ ഈ മിഥുനം രാശിയിൽപ്പെട്ടവർക്ക് വളരെ നല്ലതാണ്.